അധികാരത്തിലെത്തുമ്പോൾ ലോകത്ത് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ലോകം വ്യാപാര യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുമ്പോൾ കാനഡയും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ ചൈനയ്ക്കും തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. കാനഡയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയാൽ തിരിച്ചടിക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിൽ നിന്നുള്ള താരിഫ് ഭീഷണി ഉയർന്നതോടെ കനേഡിയൻ പ്രവിശ്യകളുടെ പ്രീമിയർമാർ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് ശക്തമായി പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ട്രംപ് ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നൽകുന്ന ഊർജ്ജ വിതരണം വെട്ടിക്കുറയ്ക്കണമെന്നും പ്രീമിയർമാർ നിർദ്ദേശം മുൻപോട്ട് വയ്ക്കുകയും ചെയ്തു. താരിഫുകൾക്ക് പ്രതികാരമായി കാനഡ അമേരിക്കയിലേക്കുള്ള ഊർജ്ജ വിതരണം നിർത്തലാക്കുമെന്ന് ഒരു മുതിർന്ന കനേഡിയൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. മിഷിഗണിലേക്കും ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്കും വിസ്കോൺസിലേക്കും നൽകുന്ന അവരുടെ ഊർജ്ജം വിച്ഛേദിക്കുന്നതിലേക്ക് കാനഡയെ എത്തിക്കരുതെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് കാനഡയും യുഎസിന് തീരുവ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് തീരുവ ചുമത്തിയാൽ സാധ്യമാകുന്ന എല്ലാ രീതിയിലും തിരിച്ചടിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയെ കാനഡയോട് ചേർക്കണമെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുമ്പോൾ അതിനും രാജ്യം ശക്തമായി മറുപടി നൽകിയിരുന്നു. രാജ്യം വിൽക്കാൻ വെച്ചിരിക്കുകയല്ല എന്നാണ് കാനഡ മറുപടി നൽകിയത്. അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയുന്നതിൽ കാനഡയും മെക്സിക്കോയും പരാജയപ്പെട്ടുവെന്നാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത്. യുഎസിന്റെ സുവർണകാലം തുടങ്ങിയെന്ന പ്രഖ്യാപനത്തോടെയാണ് 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഭരണം ആരംഭിച്ചത്. യുഎസിനെ മഹത്തരവും സമ്പന്നവുമാക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനം ട്രംപ് പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഏകദേശം വ്യക്തത വന്നിരിക്കുകയാണ്. യുഎസിനെ പൂർണ്ണമായി വീണ്ടെടുക്കാൻ ചരിത്രപരമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പിടുമെന്നും പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും, നമ്മെ കീഴടക്കാനാവില്ലെന്നും തകർക്കാനും തോൽപ്പിക്കാനാകില്ലെന്നുമാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത്. കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങളെയാണ് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും ഇന്ത്യക്കും ട്രംപ് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കുടിയേറ്റ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്കാർക്കും തിരിച്ചടി നേരിടേണ്ടി വരും. യുഎസിൽ അനധികൃതമായി താമസിക്കുന്ന 18,000 കുടിയേറ്റക്കാരെ ഇന്ത്യൻ സർക്കാർ തിരിച്ചറിഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അധികാരത്തിലേറിയാൽ ഉടൻ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ നിയമവിരുദ്ധമായ കുടിയേറ്റക്കാരെ മാത്രമേ ബാധിക്കൂ എന്നാണ് എല്ലാവരും ഇത് കരുതിയത്. എന്നാൽ ഇത് അങ്ങനെയായിരിക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജനനം മുതൽ ഒരു കുട്ടിക്ക് സ്വയമേ യുഎസ് പൗരത്വം ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു രക്ഷിതാവെങ്കിലും യുഎസ് പൗരനോ ഗ്രീൻ കാർഡ് ഉടമയോ ആയിരിക്കണമെന്നാണ് എക്സിക്യൂട്ടീവ് ഉത്തരവ് പറയുന്നത്. ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്ന നിരവധി ഇന്ത്യൻ കുടുംബങ്ങളെ ഇത് കാര്യമായി തന്നെ ബാധിക്കും.